നമസ്കാരം. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച വിജയം കൈവരിച്ചിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ തന്നെ എത്തി അദ്ദേഹത്തിന്റെ പ്രേക്ഷകരോട് പറഞ്ഞത്. ഡ്രൈവിംഗ് സ്കൂളുകാർ സമരം പിൻവലിക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ പിൻവലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ചൊരു വിശ്വാസം വരികയുള്ളൂ എന്നുമാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും പറയുന്നത്. സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആവശ്യം. എന്നാൽ കൂടിയാലോചിച്ച് വേണ്ട പരിഷ്കരണങ്ങൾ നടത്താൻ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു ദിവസം ഒരു ഓഫീസിൽ 40 ലൈസൻസ് ടെസ്റ്റുകൾ എന്നതിനു പകരം ഒരു മോട്ടോർ വെഹിക്കിൾ ഓഫീസർ 40 ടെസ്റ്റുകൾ നടത്തിയിരുന്നതിലേക്ക് മാറ്റം വരുത്തുമെന്നാണ്. 2 ഓഫീസർമാരുള്ള ഓഫീസുകളിൽ 80 ലൈസൻസുകൾ ഇത്തരത്തിൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓരോ RTO ഓഫീസുകളിലും എത്ര ലേണേഴ്സ് ബാക്കിയുണ്ടെന്നുള്ള ലിസ്റ്റ് പരിശോധിക്കും. പെൻഡിംഗ് ഉള്ള ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നിന്നും ഉദ്യോഗസ്ഥരെ നിയമിച്ച് പൂർത്തിയാക്കാനുള്ളവ പൂർത്തിയാക്കിയിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരുമെന്ന പേടി വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. 6 മാസം കഴിഞ്ഞാൽ ഒരു ചെറിയ ഫീസ് ഈടാക്കി അത് ദീർഘിപ്പിക്കാൻ സാധിക്കും. 2 വശത്തും ക്ലച്ചും ബ്രേക്കുമുള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല. തൽക്കാലം സ്വന്തമായി ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കോ ചെയ്യുന്നതുവരെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. ടെസ്റ്റ് നടത്തുമ്പോൾ തന്നെ ക്യാമറ വയ്ക്കണമെന്ന ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാകുമെന്ന് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ഈ ഡാറ്റ 3 മാസം വരെ സൂക്ഷിക്കും. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനം 15 വർഷത്തിന് താഴെ പഴക്കമുള്ളവയായിരിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇത് 18 വർഷമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവിംഗ് പഠന ഫീസ് ഏകോപിപ്പിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയോഗിക്കുമെന്നും 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗ്യന്മാരായവർക്ക് മാത്രം ലൈസൻസ് നൽകണമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനോട് ഡ്രൈവിംഗ് സ്കൂളുകാരും യോജിച്ചതായും മന്ത്രി വ്യക്തമാക്കി. 10 ലക്ഷം പേർ ഡ്രൈവിംഗ് ലൈസൻസിനും ടെസ്റ്റിനുമായി കാത്തു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുകയാണ്. ഈ ഒരു അവസ്ഥ ഇപ്പോൾ നടക്കുന്നതിന് കാരണം പലതാണ് എന്നാണ് പറയുന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ കേന്ദ്ര വിജ്ഞാപനത്തിന്റെ പേരിൽ മറ്റൊരു രീതി നടപ്പാക്കാൻ ശ്രമിച്ചതും വിജ്ഞാപനത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാത്തതുമാണെന്നാണ് ഒരു വിഭാഗത്തിൽ വിലയിരുത്തൽ. കേന്ദ്രം നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം നടപ്പായാൽ ടെസ്റ്റ് നടത്താനുള്ള അധികാരവും അതുവഴി ലഭിക്കുന്ന കിമ്പളവും കയ്യിൽ നിന്ന് പോകുമെന്ന് ഭയക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ. ഉദ്യോഗസ്ഥർക്കും നിലവിലെ രീതി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ചില ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ജനങ്ങളെ അക്രഡിറ്റ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റർ എന്ന കേന്ദ്ര ഗതാഗത വകുപ്പിന്റെ ആശയത്തിന് എതിർക്കാനും കഴിഞ്ഞു. ഇന്ത്യയിൽ 78% റോഡ് അപകടങ്ങൾക്കും കാരണം ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ 2021 ജൂൺ 7 മോട്ടോർ വാഹന ചട്ടം ഭേദഗതി ചെയ്തിരുന്നത്. തുടർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് രാജ്യത്തെ അക്രഡിറ്റ് ഡ്രൈവിംഗ് ട്രെയിനിംഗ് സെന്റർ എന്ന സ്വതന്ത്ര സ്ഥാപനം രൂപീകരിക്കുന്നതായി വിജ്ഞാപനം ചെയ്തു. മറ്റു മിക്ക സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് പുതിയ രീതിയിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് മാറ്റുകയും ചെയ്തു. പുതിയ രീതിയിലേക്ക് മാറുന്നതിന് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്.